അപ്പൊ സന്ദീപേട്ടാ ആരെയാണ് നമ്മൾ ആദ്യം പെർഫോം ചെയ്യാൻ പോകുന്നത്? നമ്മൾ മിമിക്രിയിൽ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട കലാഭവൻ നവാസിക്ക. അപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യമായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂവിലത്തെ ഒരു പഴയ കാലത്തെ വോയിസ്, പഴയ ഒരു വോയിസ് ആണ്. ശരി, കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കലാഭവൻ നവാസ്. തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. എൻ്റെ ബ്രദറാണ് നിയാസ്. നിയാസിനെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, മിമിക്രിയിലെ സജീവ സാന്നിധ്യമാണ്. എൻ്റെ മദറിൻ്റെ വീട് എറണാകുളത്താണ്. അവിടെ കൊച്ചിൻ കലാഭവൻ്റെ അടുത്ത് തന്നെ ഒരു വൺ മാൻ ഷോ അവതരിപ്പിക്കുകയും അത് അന്നത്തെ മിമിക്രി ആർട്ടിസ്റ്റായിരുന്ന KS പ്രസാദേട്ടൻ അത് കാണുകയും എന്നെ കലാഭവനിലേക്ക് ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇനി ഇന്ത്യൻ ഫുട്ബോളിന്റെ മാന്ത്രികൻ നമ്മുടെ പ്രിയപ്പെട്ട IM വിജയൻ ചേട്ടനെ ഒന്ന് അനുകരിക്കാനുള്ള ഒരു ശ്രമമാണ്. തുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാ മറക്കാൻ പറ്റാത്ത ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരുപാട് ഗോളുണ്ട്. പക്ഷെ കോഴിക്കോട്ടത്തെ ആൾക്കാർ അറിഞ്ഞൂടെ, ഭയങ്കര ഇതല്ലേ, എനർജി അല്ലേ. അപ്പൊ നമ്മള് കളി തീരാനായിട്ട് ഒരു 10 മിനിറ്റ് ബാക്കിയുള്ള സമയത്ത് അതൊരു ദൈവത്തിന്റെ അനുഗ്രഹം. ആ സമയത്ത് നമ്മളൊരു സിസർ കെട്ട് അടിച്ചിട്ട് ഗോളാക്കി. വലിയ സംഭവമായി. നമ്മളിപ്പോ സിസർ കെട്ട് ഇപ്പൊ കൊൽക്കട്ടയിലും ബംഗാളിലൊക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷെ അതല്ല, ഇപ്പൊ കോലത്തും പാടത്തെ പിള്ളേരൊക്കെ ഇപ്പോ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നല്ല കാര്യങ്ങള്, അതൊക്കെ നമുക്ക് ഓരോ നിമിത്തങ്ങളായിട്ട് സംഭവിക്കുന്നതാണ് എന്റെ സാറേ.